കഴിഞ്ഞ ദിവസം ഒരു പാലക്കാട് യാത്ര ഉണ്ടായിരുന്നു. നമ്മുടെ കൽപ്പാത്തി അമ്പലത്തിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ OV വിജയൻ്റെ സ്മൃതികൾ തുളുമ്പി നിൽക്കുന്ന, തുടിച്ചു നിൽക്കുന്ന തസ്രാക്കിൽ പോയി. തസ്രാക്കിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഫേസ്ബുക്കിൽ രാമേന്ദ്രൻ സാറിൻ്റെ ഒരു പോസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് OV വിജയൻ്റെ ആ ഓർമ്മകളുള്ള തസ്രാക്കിലെ ഭൂമിയിൽ ഖസാക്കിൽ നിൽക്കുമ്പോൾ MDയുടെ മരണം നടന്ന സമയമായിരുന്നു. എല്ലായിടത്തു നിന്നും MD വാസുദേവൻ നായർ എന്നുള്ള വലിയ എഴുത്തുകാരനെക്കുറിച്ചുള്ള അപദാനങ്ങൾ, വാഴ്ത്തുപാട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ രണ്ട് തരം എഴുത്താണ്. എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ MDയെക്കാളും വ്യക്തിനിഷ്ഠമായ അഭിപ്രായമാണ്. ഒരുപാട് മുകളിൽ നിൽക്കുന്ന എഴുത്തുകാരനാണ് OV വിജയൻ. പക്ഷേ MDയെപ്പോലെ വാഴ്ത്തപ്പെട്ടിട്ടില്ല. വാഴ്ത്തപ്പെടാതിരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പോലും ആയിരിക്കാം. രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, ജാതിയും ഉണ്ടായിരിക്കാം. എനിക്കൊരു മടിയില്ല പറയാൻ. MD വാസുദേവൻ നായർക്ക് മാതൃഭൂമി എന്നുള്ള പത്രത്തിലൂടെ കിട്ടിയ അവസരങ്ങളും അതിൻ്റെ കടിഞ്ഞാൺ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായ സ്വാധീനവും വളരെ വലുതായിരുന്നു. OV വിജയന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. OV വിജയന് ജാതി ഒരു തടസ്സമായിരുന്നിരിക്കാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്താധാര അവസാനം അദ്ദേഹം വേണമെങ്കിൽ ഒരു ഹിന്ദുത്വ ആശയങ്ങളുടെ പക്ഷത്തായിരുന്നു OV വിജയൻ. അതുകൊണ്ട് തന്നെ OV വിജയനെ വാഴ്ത്തിപ്പാടാൻ നാവുകളുടെ എണ്ണം കുറവാണ്. പിന്നെ ഗതികേട് കൊണ്ട് OV വിജയനെ അംഗീകരിക്കാതെ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു തസ്രാക്കൊക്കെ ഉണ്ടാക്കി സർക്കാർ അങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നാണ് എൻ്റെ നിരീക്ഷണം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് MDയെക്കാളും ഇഷ്ടം OV വിജയനാണ്. അങ്ങനെയുള്ള വിചാരം മനസ്സിലിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത്. അതിലങ്ങ് പറയുന്നു, OV വിജയൻ എന്നുള്ള എഴുത്തുകാരനെ സൈഡ് ലൈൻ ചെയ്യാൻ, ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് MD വാസുദേവൻ നായർ. അതേക്കുറിച്ച് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഇടയിൽ ഒരുപാട് ചർച്ചകളും വന്നിട്ടുണ്ട്. മറ്റ് ചില ആളുകളും അതിൽ കമൻ്റൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു വാസ്തവമുണ്ടോ? എന്തുകൊണ്ടാണ് രാമചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഒരു കാലത്ത് മനോഹരമായ കഥകളൊക്കെ എഴുതിയിട്ടുള്ള കഥാകൃത്തും പത്രപ്രവർത്തകനും, മലയാളത്തിലെ 3 പ്രധാനപ്പെട്ട പത്രങ്ങളുടെയും ദ വീക്ക് എന്ന് പറയുന്ന വിഖ്യാതമായ ഇന്ത്യയിലൊരു വാർത്താ വാരികയുടെയും ഇംഗ്ലീഷിൻ്റെയും പത്രാധിപ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാൾ എന്തുകൊണ്ടാണ് MD OV വിജയനെ തമസ്കരിക്കാൻ ശ്രമിച്ചു എന്ന് ഒരു കുറിപ്പ് എഴുതിയത്? എൻ്റെ കുറിപ്പ് വളരെ ചെറുതായിരുന്നു. അത് ഇപ്പോൾ S ജയേന്ദ്രൻ നായർ മരിച്ചപ്പോഴും ഞാനൊരു ചെറിയ കുറിപ്പ് എഴുതി കണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. എന്താണ് എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ജയേന്ദ്രൻ നായർ മരിച്ച ഉടനെ ഒന്നും എഴുതിയില്ല. അടുത്ത ദിവസം രാവിലെ കനകധാര സ്തോത്രമൊക്കെ ചൊല്ലുമ്പോഴാണ്, എനിക്ക് അതേക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട്, ഞാൻ അവസാനം പറയാം. ചൊല്ലുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് എഴുതുന്നത്. അതുപോലെ OV വിജയനുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് വിജയൻ. MDയുമായിട്ട് അങ്ങനെ വലിയ ബന്ധം വേണമെന്ന് എനിക്ക് തോന്നിയിട്ട് പോലുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിനോ ഒന്നും പോയിട്ടില്ല. പക്ഷേ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. മലയാള മനോരമയിൽ നമ്മുടെ അടൂർബാസിയുടെ സഹോദരൻ K പത്മനാഭൻ നായർ പത്രാധിപരായി കഴിഞ്ഞപ്പോൾ പത്മനാഭൻ നായർ, തോമസ് ജേക്കബ്, ഞാൻ MDയുടെ കോഴിക്കോട് വീട്ടിൽ പോയി ഈ മറ്റേ മനോരമ ആഴ്ചപ്പതിപ്പിൽ അതിൻ്റെ ആദ്യത്തെ പേജിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ എഴുതണം എന്ന് പറഞ്ഞ് അത് എഴുതുകയും ചെയ്തു. പിന്നീട് മറ്റേ തുഞ്ചൻ പറമ്പിലുമൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ വലിയൊരു ഗാഢമായ ബന്ധമൊന്നും എനിക്ക് MD ആയിട്ടില്ല. അങ്ങനെ ഒരു ഗാഢമായ ബന്ധം വിജയനുമായിട്ടും ഉണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്ന ഒരാളാണ്. ഡൽഹിയിലെ ചാണക്യപുരിയിലെ വീട്ടിൽ പോയിട്ടും കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്തത് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം വിജയൻ്റെ സഹോദരി ഉഷ വിജയൻ്റെ വഴി എന്നെ കാണാൻ വന്നു. അപ്പോൾ പോത്തൻകോട്ട് കരുണാകര ഗുരുവിനെ പറ്റി ആശ്രമത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉഷ. ശരിക്കും ഒരു ശിഷ്യയാണ്. വിജയനെയൊക്കെ ഗുരുവായിട്ട് ബന്ധപ്പെടുത്തുന്നതൊക്കെ ഉഷയാണ്. അപ്പോൾ ഉഷ എന്നെ അങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട് ഈ കരുണാകര ഗുരുവിൻ്റെ ആശ്രമത്തിലേക്കുമൊക്കെ. ഉഷ ഈ കരുണാകര ഗുരുവിനെ പറ്റി എഴുതട്ടെ ചോദിച്ചു എന്നോട്. ഞാൻ ഒരു നീണ്ട പരമ്പര പറ്റില്ല, ചെറുതായിട്ടൊക്കെ ആകാം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കരുണാകര ഗുരുവിനെ പറ്റി പുറത്ത് എഴുതി വരുന്നത് ഈ മലയാള മനോരമ ഞാൻ കൈകാര്യം ചെയ്യുന്ന ഞായറാഴ്ച ആണ്. അതിലാണ് വരുന്നത്.
ഈ മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റ് എന്ന് പറയുന്നൊരു സംഗതി 1-ാം പേജിൽ ഇന്നത്തെ ചിന്താവിഷയം, അത് ക്രൈസ്തവ ഉള്ളടക്കമുള്ളതൊക്കെ ആയിരിക്കും. ഇത് മൊത്തത്തിൽ ഞായറാഴ്ച എന്നുള്ള പേരിൽ റീലോഞ്ച് ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനന്ന് മാത്തൂട്ടിച്ചായനോട് ചോദിച്ചു, ഇന്നത്തെ ചിന്താവിഷയം ഞാൻ 1-ാം പേജിൽ നിന്ന് എടുത്ത് മാറ്റിക്കോട്ടെ. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഇത് 1-ാം പേജിലൊരു റെഗുലർ ഫീച്ചറായിരുന്നു ആ ക്രിസ്ത്യൻ ഉള്ളടക്കമുള്ളത്. അതകത്തേക്ക് പോയി. അങ്ങനെ ഞായറാഴ്ച തുടങ്ങുമ്പോൾ ആദ്യത്തെ കഥ ആരുടേതായിരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. അത് ഒ വി വിജയൻ്റേതായിരിക്കണം. കാരണം ഒ വി വിജയനെ ഞാൻ റേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അങ്ങനെ വിജയനോട് സംസാരിക്കുമ്പോൾ വിജയൻ പറഞ്ഞു ചെറുതായിരിക്കും, 2000 രൂപ തരണം എന്ന് പറഞ്ഞു. അത് 1987 ആ സമയത്താണ്. തിരക്കേടില്ലാത്ത തുകയാണെന്ന് തോന്നുന്നു. എന്തായാലും വിജയന് കൊടുക്കുന്ന ആ തുക എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. വന്ന് കഥ എഴുതുന്ന ആരാണെങ്കിലും ആ കഥയാണ് ഇടിമിന്നലിൻ്റെ നീളം എന്ന് പറഞ്ഞ കഥ. മനോഹരമായ കഥ. അങ്ങനെ വിജയൻ്റെ കഥയിൽ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് വിജയൻ ഇടയ്ക്ക് കോട്ടയത്തൊക്കെ വരുമ്പോൾ അഞ്ജലിയിലാണ് കോട്ടയത്ത് KK റോഡിലുള്ള അഞ്ജലിയിലാണ്. ഇത് കഴിഞ്ഞ് വിജയൻ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു പത്രത്തിൻ്റെ പത്രാധിപരായിട്ട് കോട്ടയത്ത് പോകുമ്പോൾ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അത് താമസിച്ച് തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് വിജയൻ അവിടെയാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് OV ഉഷയുണ്ട് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലുണ്ട്. ഞാൻ ഒരു തവണ അവിടെ പോയി കണ്ടിട്ടുണ്ട്. ഉഷയെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, സംസാരിക്കാറും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് വിജയൻ എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഈ ഇതിഹാസത്തിൻ്റെ ഇതിഹാസം, മറ്റേ ഖസാക്കിൻ്റെ ഇതിഹാസം പിറന്നതും എങ്ങനെയാണ്, അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സംഗതി എഴുതുന്നുണ്ട്. അത് പരമ്പരയായിട്ട് പ്രസിദ്ധീകരിക്കാമോ? MT എന്നോട് ചെയ്ത ദ്രോഹവും ഒക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ മറ്റേ എന്തെങ്കിലും ഒരു ദ്രോഹമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ പുസ്തകം മൊത്തത്തിൽ ഒരു പരമ്പരയായിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് പ്രയാസം വരും. അതിൻ്റെ അകത്ത് കുറച്ച് പ്രസക്തമായ ഭാഗങ്ങളൊക്കെ എടുക്കാം. പക്ഷെ വിജയൻ അങ്ങനെയല്ലായിരുന്നു, അത് മുഴുവനായിട്ട് വരണം. അതുകൊണ്ട് ഇത് പ്രസിദ്ധീകരിച്ചില്ല. അപ്പോൾ ഇത് ആ സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും MTയെ പറ്റി എഴുതിയിട്ടുണ്ടോ, എന്തൊക്കെയാണ് ആ ദ്രോഹങ്ങൾ എന്നുള്ളതൊക്കെ ഈ മറ്റേ വിജയൻ എന്നോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് സംബന്ധിച്ച്. പക്ഷേ കിളിരൂർ രാധാകൃഷ്ണൻ തന്നെ എൻ്റെ കുറിപ്പിൻ്റെ ചോട്ടിൽ വന്നിട്ട് അഞ്ജലിയിൽ വെച്ച് കിളിരൂർ രാധാകൃഷ്ണൻ DC ബുക്സിൻ്റെ ജനറൽ മാനേജറാണ്, ഇത് വായിക്കുന്നുണ്ട്, MTയെ പറ്റി പ്രകടമായിട്ട് അതിൻ്റെ അകത്ത് ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പുസ്തകം ഞാൻ അച്ചടിച്ചിട്ടില്ല. ഈ പരമ്പര അതെ, പരമ്പര പ്രസിദ്ധീകരിച്ചില്ല. നമ്മൾ സീരിയലൈസ് ചെയ്തിട്ടില്ല, മനോരമ ചെയ്തില്ല. പിന്നെ വിജയൻ വളരെ സാത്വികനായ ഒരാളാണ്. വേറൊരാളെ പറ്റി ഈ ഒരുപാട് ചീത്തയൊന്നും സംസാരിക്കുമ്പോൾ പോലും ഒരുപാട് ചീത്തയൊന്നും പറയുന്ന ഒരാളല്ല. അപ്പോൾ ഇതിനു മുമ്പ് ഇത്രയുമാണ് ഞാൻ ഈ പോസ്റ്റിൻ്റെ അകത്ത് എഴുതിയിരുന്നത്. ഈ ദ്രോഹം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും അങ്ങനെ പോയിട്ട് പോലുമില്ല. എൻ്റെ അകത്ത് ഈ മറ്റേ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ചില ചാപ്റ്റേഴ്സ് മാതൃഭൂമിയിൽ നേരത്തെ അച്ചടിച്ച് പോയി. അത് തെറ്റിദ്ധരിച്ചിട്ടോ, അതായത് ഈ നോവലിൽ വരേണ്ടത് അധ്യായമായി തന്നെ നരി എന്നൊക്കെ പറഞ്ഞിട്ട് 2 എണ്ണം നേരത്തെ തന്നെ അച്ചടിച്ച് പോയിട്ടുണ്ട്. ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ അപ്പുക്കിളിയുടെ ഒരു കഥ നേരത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന കാര്യമൊക്കെ വിജയൻ എന്നോട് പറഞ്ഞത് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിനെതിരെ ആരോ ഒക്കെ പോസ്റ്റ് ഇട്ടതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ എന്തായാലും OV ഉഷയായിട്ട് സംസാരിച്ചു. OV ഉഷയായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും പിഴ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉഷയോടും കൂടി ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉഷ പറഞ്ഞു, ഈ 1967-70 കാലത്താണ് ഉഷ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA പഠിക്കുന്നത്. MA പഠിക്കുന്നത് അവിടെയാണ്, 1967-70. അപ്പോൾ
BA പഠിക്കുന്ന ആ സമയത്ത് MT വാസുദേവൻ നായർ വിജയൻ്റെ ഡൽഹിയിലെ വീട്ടിൽ പോകുന്നുണ്ട്. അത് ഒന്നുകിൽ ഖസാക്ക് സീരിയലൈസ് ചെയ്യുന്നത് 1968 ജനുവരി മുതൽ 28 അധ്യായങ്ങളാണ്. അപ്പോൾ ഒന്നുകിൽ ഉഷ പറയുന്നത് അത് അച്ചടിച്ചു വരുന്ന സമയത്താണോ ഖസാക്ക് അതിൻ്റെ മുമ്പിലാണോ എന്ന് ഓർമ്മയില്ല. 1967-70 ആ സമയത്ത് ചെല്ലുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് വിക്ടോറിയ കോളേജിലാണ് MTയും വിജയനും പഠിക്കുന്നത്. പക്ഷെ സഹപാഠികളൊന്നും ആയിരുന്നില്ല. അക്കാലത്ത് വിജയൻ MTയുടെ രക്തം പുരണ്ട മണൽത്തരികൾ എന്ന് പറഞ്ഞ കഥാസമാഹാരം വീട്ടിൽ കൊണ്ടിരുന്നുണ്ട്. ഉഷ അത് വായിക്കുന്നൊക്കെ ഉണ്ട്. ഉഷയ്ക്ക് MTയോട് ഇഷ്ടവും തോന്നുന്നൊക്കെ ഉണ്ട്. ആ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ ചെന്നു അത് അപ്പോഴാണോ എന്ന് അറിയില്ല. പക്ഷേ ഖസാക്കൊക്കെ വന്നു കഴിഞ്ഞ സമയത്തോ മറ്റോ വിജയൻ അയച്ചു കൊടുത്തൊരു കഥ, ഈ ഉഷ പറയുന്നത് അപ്പുക്കിളി എന്ന് പറഞ്ഞ് അപ്പുക്കിളിയുടെ കഥ മാതൃഭൂമിയിൽ അച്ചടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് അപ്പുക്കിളി എന്ന് തന്നെയാണ് എന്ന് തോന്നുന്നു, അതാണ് ഓർമ്മ എന്നും ഉഷ പറയുന്നുണ്ട്. വിജയൻ അയച്ചു കൊടുത്തൊരു കഥ, മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തൊരു കഥ തിരിച്ചു വന്നു, പ്രസിദ്ധീകരിച്ചില്ല. അത് വിജയന് വലിയ ഷോക്കായി. കാരണം വിജയൻ അറിയപ്പെടുന്നൊരു എഴുത്തുകാരനാണ്, നോവലിസ്റ്റും ഒക്കെയാണ്, പത്രാധിപർ MD ആണ്. എന്ന് പറഞ്ഞാൽ NV കൃഷ്ണവാര്യരാണ് പ്രധാനപ്പെട്ട പത്രാധിപൻ. സബ് എഡിറ്ററാണ്, കഥകളൊക്കെ നോക്കുന്ന MD ആണല്ലോ. അപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ ഉഷ പറയുന്നത്, ഉഷയുടെ ഒരു നന്മ ഉണ്ട്, ഇത് കഥ ചിലപ്പോൾ മോശമായിരുന്നിരിക്കാം, അതല്ലെങ്കിൽ അത് തലയ്ക്ക് മുകളിൽ കൂടി പോയതുകൊണ്ടായിരിക്കാം തിരിച്ചു വന്നത്. ഇത് ഉഷയുടെ അഭിപ്രായമാണ്, വിജയൻ്റെ അഭിപ്രായമല്ല. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷം പിന്നീട് NV കൃഷ്ണവാര്യരെ കണ്ടപ്പോൾ വിജയൻ ചോദിച്ചു, ഇങ്ങനെ ഒരെണ്ണം ഞാൻ അയച്ചത് തിരിച്ചു വന്നല്ലോ. അപ്പോൾ NV പറഞ്ഞു, ഞാനല്ല, ഞാൻ തിരിച്ചയച്ചിട്ടൊന്നുമല്ല, ഇല്ല, ഞാനല്ല അത് ചെയ്തത്, ഞാനല്ല ഉത്തരവാദി എന്ന് NV പറഞ്ഞു. അപ്പം ഇങ്ങനൊരു സംഭവം കിടക്കണു. ഇത് ഞാൻ എൻ്റെ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളതല്ല, ഉഷ എന്നോട് ഇപ്പോൾ ഉഷ എന്നോട് പറഞ്ഞാണ്. ഞാൻ കുറിപ്പ് എഴുതിയ ശേഷം ഉഷയും ഞാനും സംസാരിക്കുമ്പോൾ പറഞ്ഞാണ്. പിന്നെ ഇത് വലിയ ഷോക്കായി. പിന്നീട് അതിൻ്റെ അകത്തുള്ള എഴുത്തൊക്കെ വേറെ സ്ഥലത്താണല്ലോ പിന്നെ ഒരുപാട് വിജയൻ എഴുതുന്നത്, എല്ലാവർക്കും നോക്കിയാൽ അറിയാം. അതായത് മലയാള നാടിലാണ് ധർമ്മപുരാണം വരുന്നത്, ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ കോളം അതിലാണ് വരുന്നത്. അതേ മലയാള നാടിലാണ് പ്രമീള നായരുടെ നഷ്ടബോധങ്ങൾ എന്ന് പറഞ്ഞ ഓർമ്മക്കുറിപ്പുകൾ വരുന്നത്. MT SK നായർക്ക് കത്തെഴുതി അത് ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണ് നഷ്ടബോധങ്ങൾ. അപ്പോൾ MT മലയാള നാടിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം കോളം അത് കലാവുമതിയിലാണ്, പ്രവാചകൻ്റെ വഴി, ഇത് പിന്നെ ഇതൊക്കെ വരുന്നത്. MT പോയ ശേഷമാണ് മാതൃഭൂമിയിൽ ഗുരുസാഗരം വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇങ്ങനെ ഒരേ സമകാലികരായിരുന്ന രണ്ട് എഴുത്തുകാർ, രണ്ടുപേരും അറിയപ്പെടുന്നവർ, ഒരു ഘട്ടത്തിൽ കഥകൾ എഴുതിയിരുന്നു മാതൃഭൂമിയിൽ. വളരെ പെട്ടെന്ന് OV വിജയൻ മാതൃഭൂമിയിൽ എഴുതാതായി. പിന്നീട് എഴുതുന്നത് MT എന്ന് പറയുന്ന ആൾ ആ പത്രാധിപത ചുമതലയിൽ നിന്ന് പോയതിന് ശേഷമാണ്. ഗുരുസാഗരം ഉഷേനോട് ഇപ്പോൾ ഓർമ്മിച്ചു. ഇത് അതിന് വാക്യത്തിലൊരു കാരണം ഉണ്ടാവുമല്ലോ. ആ ഒരു കാരണം പറയട്ടെ. അപ്പോൾ GN പണിക്കർ എൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. പിന്നീട് ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് കാണുന്നതും വായിക്കുന്നതുമായ ഒരു കാര്യമാണ് പറയുന്നത്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വെങ്കടേഷ് മാഡ്ഗുഡ്കർ എഴുതിയ മറാത്തി നോവലായ ബൻഗർവാഡിയുടെ മോഷണമാണ് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ലേഖനം വന്നു. സുനിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ അകത്ത് എത്തിക്സ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിക്കുന്നു, ഇത് മോഷണമാണെന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് തന്നെ ലേഖനം അച്ചടിക്കുന്നു. എന്ത് ജേർണലിസ്റ്റിക് എത്തിക്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്? വെങ്കടേഷ് മാഡ്ഗുഡ്കറിൻ്റെ ഈ ലേഖനത്തിൻ്റെ ശീർഷകം എന്തായിരുന്നു എന്നറിയോ? ബൻഗർവാഡിയുടെ ഇതിഹാസം. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ 2ാം ഭാഗം ഇതിൻ്റെ അകത്ത് ചേർക്കുകയും ചെയ്തു.
മാതൃഭൂമിയിൽ OV വിജയൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ ഭാവുകത്വത്തെ മാറ്റിമറിച്ച കൃതി അത് മോഷണമാണെന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ലേഖനം വന്നു. GN പണിക്കരെ കൊണ്ട് എഴുതിച്ചു. എന്നിട്ട് ഇത് വെങ്കടേഷ് മാഡ്ഗുൾക്കറുടെ ഈ ബൻഗർവാടി എന്ന് പറഞ്ഞ നോവല് പിന്നീട് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇറക്കി. ഇത് എൻ്റെ കയ്യിലുണ്ട്. രണ്ടിലും പൊതുവായിട്ടുള്ളത് ഏകാധ്യാപക വിദ്യാലയമാണ്. അങ്ങനെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഏകാധ്യാപക വിദ്യാലയം സുനിലെ PT ഭാസ്കര പണിക്കർ പ്രസിഡൻ്റായിരുന്ന മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് മലബാറിൽ നടപ്പാക്കിയിരുന്നു എന്നേ. ഏകാധ്യാപക വിദ്യാലയം OV വിജയന് അറിയാവുന്ന കാര്യമാണത്. ഇവിടെയും ഉണ്ടായിരുന്നതാണ്. അത് എവിടുന്നെങ്കിലും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മറ്റേ ഈ വാഴ്ത്തുപാട്ട് പാടുന്നവർക്ക് PTB അറിയാമോ? മലബാർ ബോർഡിനെ കുറിച്ച് അറിയാമോ? ഇത് ആ കാലത്ത് നമ്മൾ വായിക്കുന്ന കാര്യമാണ്. ഞാനിതൊരു എന്തോ ഭയങ്കര അപസർപ്പക സാധനമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം പാറകൾ പോലെ OV വിജയൻ എഴുതിയൊരു കഥ പോലെ. ഞാൻ വിജയനോട് ഒരിക്കൽ പറഞ്ഞു, ഒരു പ്രേമകഥ എന്ന് പറഞ്ഞ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ മുസാഫിരി ബംഗ്ലാവും ഒക്കെ ആയിട്ട് പശ്ചാത്തലത്തിൽ ഒരു പ്രണയകഥ ഗംഭീരമായിട്ട് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു നായകനൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു ചിരി ചിരിച്ചു. അപ്പോൾ വിജയൻ ഇങ്ങനെ അധികാരം പറയാത്തൊരു കഥയാണല്ലോ ഒരു പ്രേമകഥ എന്നുള്ളത്. നല്ല കഥ. വിജയന്റെ സ്ഥിരീകരണം എനിക്ക് ഭയങ്കര. പിന്നൊരു വണ്ടി ഒരു കഥയില്ലേ, ചെങ്ങന്നൂർ വണ്ടി. ചെങ്ങന്നൂർ എന്തൊരു അസാധ്യമായ കഥയാണ്. ഈ ഏറ്റവും അവസാനം വരുന്ന അത് കലാമുദിലാണ് വരുന്നത്. ചെങ്ങന്നൂർ വണ്ടിയും തിരിച്ചു വരവ് എന്നുള്ളൊരു കഥയും ജയേന്ദ്രൻ നായര പ്രസിദ്ധീകരിക്കുന്ന അവസാന കഥകളൊക്കെ തിരിച്ചുവരവ് 2-3 നോവലുകളിലെ കഥാപാത്രങ്ങളെ വെച്ചിട്ട് വണ്ടി എൻ്റെ മനസ്സിൽ ഇപ്പോഴും കൊളുത്തി കിടക്കുന്ന ഒരു കഥ. അതിലെ അസുരത്തിലെ കഥാപാത്രവും ഉണ്ട് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. രവി ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ കാക്കനാടൻ്റെ ഒരു നോവലിൽ ഒരു കഥാപാത്രം. ഇവരെല്ലാം കൂടി തിരിച്ച് വീണ്ടും സാഹിത്യ അക്കാദമിയിലേക്ക് വരുന്ന കഥയൊക്കെയാണ് അതിൻ്റെ. ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണേ, ഞാൻ ഈ സാറിൻ്റെ ഈ കുറിപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകളൊക്കെ ഉണ്ടായി. അതിൽ ചില ചർച്ചകളിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോൾ ഒരാൾ എഴുതിയിരുന്നൊരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവസം കുമാരനാശാൻ തൻ്റെ ഒരു കവിതയുമായി വള്ളത്തോളിനെ കാണാൻ പ്രസ് ചെയ്തു. പ്രസ്സിൽ വള്ളത്തോളുണ്ടായിരുന്നു. കുമാരനാശാൻ ചെന്നിട്ട് വള്ളത്തോൾ മൈൻഡ് ചെയ്തില്ല. പണ്ട് പരശുരാമൻ ചോദിച്ചത് ഞാനൊഴിഞ്ഞ് അല്ലാതെ മറ്റൊരു രാമനുണ്ടോ എന്ന് ചോദിച്ചതുപോലെ ഒരു കവി മതി. അവർ തമ്മിലുള്ള കഥകളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരു കഥ മതി, ഒരു നോവലിസ്റ്റ് മതി എന്നും ഒരു കഥാകൃത്ത് മതി എന്നും ആർക്കെങ്കിലും തോന്നിയാൽ ഒരു ഇൻ്റലക്ച്വൽ ജലസി വേണേൽ പറയാം. അത് ഈ അതിബുദ്ധിജീവികളുടെ ഒരു പ്രശ്നമായിരിക്കാം. ഇപ്പോൾ ഈ ആധുനിക കാലത്തൊരു ഒരു ആരോപണം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറക്കുന്നുണ്ട്. അതായത് ഈ പത്രാധിപന്മാരായിട്ട് കഥാകൃത്തുക്കൾ വരാൻ പാടില്ല. കഥാകൃത്തുക്കൾ വന്നാൽ ഞാൻ ഒരു മാസികയുടെ പത്രാധിപർ, ഞാനൊരു കഥാകൃത്താണെങ്കിൽ എന്നെക്കാളും മികച്ച, ഞാനിടുന്നതിനേക്കാളും മികച്ച കഥ കിട്ടിയാൽ ഞാൻ പ്രസിദ്ധീകരിക്കത്തില്ല. ഇങ്ങനത്തെ അനുഭവം മലയാളത്തിലുണ്ടെന്ന് പറയുന്ന കഥാകൃത്തുകൾ ഒരുപാട് പേരുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായതെന്ന് ഇതിൽ കൂടുതൽ ഞാൻ വ്യക്തമാക്കി ഞാൻ പറയുന്നില്ല. എന്തായാലും OV വിജയനും വൈക്കം മുഹമ്മദ് ബഷീറിനും ജ്ഞാനപീഠം കിട്ടിയില്ല. അതെ, സങ്കടകരമാണ്. പലരെക്കാൾ പണ്ട് നടൻ വിജയരാഘവൻ ഒരിക്കലും എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് നമ്മുടെ കോട്ടയം ജില്ലക്കാരനാണ്, കുട്ടേട്ടൻ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അതെ ആർക്ക് ഭരത് അവാർഡ് കിട്ടിയിട്ടെന്താ, നെടുമുടി ചേട്ടനും തിലകൻ ചേട്ടനും കിട്ടാത്ത ഭാരത് ആർക്ക് കിട്ടിയിട്ടെന്താ കാര്യം. അതെ, അതാണ്. നമുക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.